ഹലോ മൈ ഡിയർ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടാറോ മിത്ര. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ രാത്രികാല ചിന്തകൾ എന്തൊക്കെയായിരുന്നു, അതായത് അവരുടെ നൈറ്റ് തോട്ട്സ് എന്തൊക്കെയായിരുന്നു. സോ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഗുഡ് മെമ്മറീസ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുമോ എന്നിട്ടൊരു വീഡിയോ കാണുക. സോ വീഡിയോ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ, അതേപോലെ ക്ലൂസ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയുന്നുണ്ട്, അത് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ പേഴ്സ് റീഡിംഗ് എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. പേഴ്സ് റീഡിംഗ് എടുക്കാം. സോ പേഴ്സ് റീഡിങ്ങിന് ഇപ്പോൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ബുക്ക് ചെയ്ത് 24 hours തന്നെ നിങ്ങൾക്ക് റീഡിംഗ് കിട്ടിയിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് തന്നെ ഇത് മജീഷ്യൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒരുപാട് പേരും സെപ്പറേഷൻ പീരീഡ് നിൽക്കുക. നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട്, ഒരുപാട് വർഷങ്ങളായിട്ട്, മാസങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുകയാണ്. അവരെക്കുറിച്ചുള്ള യാതൊരു വിവരവും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്നില്ല. അവരിപ്പോൾ എവിടെയാണ്, എന്ത് ചെയ്യുവാണ്, അവർ ഹാപ്പി ആയിട്ടിരിക്കുകയാണോ, അവരുടെ ഹെൽത്ത് ഓക്കെ ആണോ, അവർ എന്നെക്കുറിച്ച് ഓർക്കാറുണ്ടോ, അതായത് നിങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ടോ എന്നൊരു കാര്യമേ നിങ്ങൾക്ക് അറിയുന്നില്ല. നിങ്ങൾക്ക് മറ്റുള്ളവരോട് തിരക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനോ അവരോട് ചോദിക്കാൻ പോലുള്ളൊരു അവസരം നിങ്ങളുടെ മുന്നിലില്ല. അങ്ങനെ നിങ്ങൾ പേഴ്സണെക്കുറിച്ച് എന്താണെന്ന് അവരുടെ കറണ്ട് സിറ്റുവേഷൻ അറിയാൻ വയ്യാത്തൊരു ഇതിലാണ് നിൽക്കുന്നത്. സോ അങ്ങനെയുള്ളവർ ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ നിങ്ങളുടെ ഓവറോൾ ഇവിടെ വന്നിരിക്കുന്ന എനർജിയെക്കുറിച്ച്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എവിടെയാണ്, എന്ത് ചെയ്യുകയാണ്, അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ്, അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്, അവർ ലൈഫിൽ അപ്പം കടന്നു പോകുന്ന സ്റ്റേജ് എന്ത് ഒരു അവസ്ഥയിൽ കൂടാണ് അവർ കടന്നു പോകുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഇവിടെ നെക്സ്റ്റ് വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് വാൺസിൻ്റെ സോഴ്സിൻ്റെ എനർജി മിക്സഡ് എനർജി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണാണെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരുമിച്ച് ചേരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, നിങ്ങളിലേക്ക് നടന്ന് എത്താൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ദൂരെ നിൽക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ കരയിലും നിൽക്കുകയാണ്, അവർ കടലിലും നിൽക്കുകയാണ്. അവർക്ക് കടലിൽ നിൽക്കുമ്പോൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു തോണിയോ അല്ലെങ്കിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമോ അവരുടെ കയ്യിലില്ല. അവർ ആ കടലിൽ മുങ്ങിപ്പോകുന്നൊരു ഫീലിങ്ങിലാണ് നിൽക്കുന്നത്. നിങ്ങളോട് അവർ ദൂരെ നിന്നുകൊണ്ട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. അതായത് എന്നെ രക്ഷിക്കുമോ, ഞാൻ നിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്, എന്നെ മറക്കരുത്, എന്നെ മറന്ന് ജീവിക്കരുത് എന്നൊരു കാര്യം അവർ ദൂരെ നിന്ന് വായിച്ച് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഒരുപാട് ഡിസ്റ്റൻസ് ആയിട്ടാണ് ഇവിടെ കാണുകയും ചെയ്യുന്നത്. അതേപോലെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളിൽ എങ്ങനെയെങ്കിലും ഒരുമിച്ച് വരണം, നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ വരണം എന്നൊരു കാര്യമാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. സോ ഇങ്ങനത്തെ സെപ്പറേഷൻ, ലൈക്ക് ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ആക്കി ഈ ഒരു കാര്യം ഉണ്ടാവാൻ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർ ലൈഫിൽ ഇപ്പോൾ അവർ ഒറ്റയ്ക്കാണ്. അതായത് അവർ ലോൺലെസ് ആയിട്ട് ജീവിക്കുകയാണ്. അവർക്കിപ്പോൾ അവരെ സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ അവർക്ക് അവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാനോ അല്ലെങ്കിൽ തിരുത്താനോ അവരെ ശകാരിക്കാനോ ഒന്നും തന്നെ ആരുമില്ല. അവർക്ക് അവരെ ഇഷ്ടം പോലെ അവർ ജീവിക്കുകയാണ്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലരുടെ കാര്യത്തിൽ മാത്രമേ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലില്ല. കുറച്ച് പേരുടെ കാര്യത്തിൽ മാത്രം തേർഡ് പാർട്ടി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതത്ര സ്ട്രോങ് എനർജി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുന്നതിൻ്റെ എനർജി ആയിട്ടോ ഇവിടെ തേർഡ് പാർട്ടി കാണുന്നതുമില്ല. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം അവർ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് വിട്ട ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് ശ്വാസം കിട്ടുന്നില്ല. എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല, നീ എൻ്റെ കാര്യങ്ങൾ ഒരുപാട് ഇടപെടുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അധികമായിട്ട് എല്ലാ കാര്യങ്ങളും തിരക്കുന്നു, അറിയുന്നു, എല്ലാം നിന്നെ അപ്ഡേറ്റ് ചെയ്യണം, ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പോകാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അവരെ കൺട്രോൾ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ആ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ ഒരു സ്നേഹമാണ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്, അവരെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ആ പേഴ്സൺ അതെല്ലാം ഒരു ടോക്സിക്കായിട്ട്, ഒരു നെഗറ്റീവായിട്ടായിരുന്നു ഫീൽ ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു നിമിഷം അവർ തിരിച്ചറിയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ സ്നേഹമായിരുന്നു. നിങ്ങൾ അവരെ സ്നേഹിക്കുമായിരുന്നു. അവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ അവരുടെ ലൈഫ് നന്നായിട്ട് പോകാൻ വേണ്ടി, ഒരു തെറ്റിലോ അല്ലെങ്കിൽ ഒരു ചതിയിലോ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങളതെല്ലാം അവരോട് പറഞ്ഞിരുന്നതെന്നൊരു കാര്യം ഒരുപാട് വൈകി ഈ ഒരു നിമിഷത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഈ ഇംബാലൻസ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ ബാലൻസ് ഉണ്ടാകണം എന്നൊരു കാര്യമാണ് ആഗ്രഹിക്കുന്നത്. സോ ഇവിടെ പെൻറ്റക്കിൾസിൻ്റെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഉറപ്പായിട്ടും ഇവിടെ ഒരു
അവർ ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പല രാത്രികളിലും അവർക്ക് ഒന്ന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം വന്നുകൊണ്ടിരിക്കും. അവർ ഫോൺ എടുക്കുന്നു, ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലൊക്കെ നിങ്ങളുടെ ഫോട്ടോസ് നോക്കുന്നു. നിങ്ങൾ ഒരുപാട് ഹാപ്പി ആയിട്ട് പലരും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആവാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങൾ എത്രത്തോളം പെയിനിലാണെന്ന് അറിയിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണെന്ന് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പലതും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പലരും ഈ ഒരു വീഡിയോ കാണുന്ന പലരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അത് കാണുമ്പോൾ ഒരുപാട് ദുഃഖം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലായി പോയോ, അല്ലെങ്കിൽ എന്നെ മറന്നോ എന്നൊരു കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കൺഫ്യൂഷനായിട്ടിരിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. അതായത് സ്പിരിച്വലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അവർ ലോ ഓഫ് അട്രാക്ഷൻ രീതിയിൽ നിങ്ങൾക്കും അറിയാം, അതിൻ്റെ ഒരുപാട് മെത്തേഡ്സ് കാര്യങ്ങൾ സ്പിരിച്വലായിട്ടൊരു രീതിയിൽ അവർ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം അവർ നിങ്ങളോട് കണക്ട് ചെയ്യാൻ ശ്രമിക്കും തോറും അവർക്ക് കണക്റ്റ് ആവാൻ പറ്റുന്നില്ല. നിങ്ങളുടെ അടുത്തേക്ക് വരാനോ, നിങ്ങളെ വിളിക്കാനോ, കോൺടാക്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ കാണാൻ വരാനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ല. എല്ലാത്തിലും അവർക്കൊരു തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുക. അവർ നിങ്ങളിലേക്ക് എപ്പോഴും വരാൻ വേണ്ടി തയ്യാറാവുന്നു. അപ്പോഴേക്കും അവർക്ക് പുതിയ പുതിയ പ്രശ്നങ്ങൾ നേരിടുവാണ്. അതായത് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള പ്രശ്നങ്ങളാണ്. മേ ബി അവരുടെ വർക്കിൽ നിന്നുള്ളതായിരിക്കാം, ഫാമിലി മെമ്പേഴ്സിൽ നിന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടിൽ നിന്നുള്ളതായിരിക്കാം, ഫ്രണ്ട്സിൽ നിന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനെ നിങ്ങളിലേക്ക് എപ്പോഴൊക്കെ അവർ തീരുമാനിച്ചൊരു മൂവ്മെൻ്റ് എടുക്കാൻ ശ്രമിക്കുന്നു, അപ്പോഴെല്ലാം അവർക്ക് ഓരോരോ തടസ്സങ്ങൾ വന്ന് നിങ്ങളുടെ കാര്യം ഇങ്ങനെ നീട്ടി വെച്ച് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യാനോ, മെസ്സേജ് ചെയ്യാനോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഉറപ്പായിട്ടും ഇപ്പം കറൻറ്റ്ലി നിങ്ങളെ വാട്സപ്പിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലോ എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ അൺബ്ലോക്ക് ചെയ്യും എന്നൊരു കാര്യമാണ് കാണുന്നത്. കാരണം നിങ്ങളില്ലാതെ അവർക്കൊരു ലൈഫില്ല. നിങ്ങളാണ് അവരുടെ ജീവൻ്റെ ഒരു പാതി നിങ്ങളാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് പേര് ഇവരുടെ എനർജി നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റുന്ന സോൾമേറ്റും അതേപോലെ തന്നെ ട്വിൻ ഫ്ലെയിം ചെയിനിലുള്ളതുപോലെയാണ് കാണുന്നത്. സോ അതുകൊണ്ട് ഉറപ്പായിട്ട് അവരുടെ ജീവൻ്റെ പാതിയാണ്. സോ ഒരിക്കലും ഒരാളുടെ ജീവൻ്റെ പാതിയെ വിട്ട് നിൽക്കാൻ കഴിയത്തില്ല. ആ ഒരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സണിലുള്ളത്. അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒരുപാട് പെയിൻ തന്നിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയും അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് അവരൊരുപാട് പെയിൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ആ പെയിൻ എല്ലാം സഹിച്ച് എല്ലാം ക്ഷമിച്ച് നിങ്ങൾ അവരുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ യാചിച്ച് അവരുടെ മുന്നിൽ നിൽക്കുമായിരുന്നു. നിങ്ങളെ ഉപേക്ഷിച്ച് പോകരുതെന്നും അവർക്കില്ലാതൊരു ജീവിതം പറ്റില്ലെന്നൊക്കെ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ ഒരുപാട് യാചിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ അതൊന്നും മനസ്സിലാക്കിയില്ല. നിങ്ങളുടെ ഇമോഷനോ, നിങ്ങളുടെ ഫീലിങ്ങോ, നിങ്ങൾ എത്രത്തോളം വിഷമമാണെന്നോ അവരില്ലാതെ നിങ്ങൾക്ക് യാതൊരു സന്തോഷവും നിങ്ങളുടെ ലൈഫിലില്ല. കാരണം ഇവിടെ പലരും അവരുടെ ലൈഫിൻ്റെ ഫുൾ പാർട്ട് അവരായിരുന്നു. നിങ്ങളുടെ പേഴ്സൺ മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ടായിട്ടും ഒരു ബ്രദറായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും എല്ലാം നിങ്ങൾ കണ്ടിരുന്ന നിങ്ങളുടെ പാർട്ട്ണറായിരുന്നു. എല്ലാ സ്നേഹവും നിങ്ങൾക്ക് ഒരാളിൽ നിന്ന് എല്ലാ രീതിയിലും കിട്ടി. നിങ്ങൾ അത്ര ഒരു കൈക്കുമ്പിൾ ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന പോലെ അത്രയും സേഫായിട്ടായിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കൊണ്ട് നടന്നിരുന്നത്. അത്രയും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പായിരുന്നു നിങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. ആ റിലേഷൻഷിപ്പിലാണ് പെട്ടെന്ന് ഒരു സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദം മൂലം, കുറച്ച് പ്രശ്നങ്ങളുടെ കാര്യങ്ങൾ മൂലം നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ പീരീഡിലേക്ക് കടന്നു പോയത്. സോ അത്രയും നാൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയെ മാറ്റിയിട്ട് മറ്റൊരു വ്യക്തിയോട് ചിന്തിക്കാനോ, അല്ലെങ്കിൽ ഈ വ്യക്തിയില്ലാതെ ജീവിതം ജീവിക്കാനോ, ഇതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ നിങ്ങൾ ശ്രമിച്ചാൽ പോലും മൂവ് ഓൺ ആവാൻ പറ്റുന്നതും ഇല്ല. അങ്ങനത്തെ ഒരു മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചും തളർന്നിരിക്കുന്ന സിറ്റുവേഷനാണ് എൻ്റെ ഈ കാണുന്ന വീഡിയോ കാണുന്ന പല വ്യൂവേഴ്സും എന്നൊരു എനർജിയുടെ കാഴ്ചയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ഇതേ ഒരു എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് അവരെ കർമ്മ തിരിച്ചടിച്ചിരിക്കുന്നു. നിങ്ങളോട് ചെയ്ത തെറ്റുകൾ, നിങ്ങളോട് ചെയ്തിട്ടുള്ള ക്രൂരതകൾ, നിങ്ങളോട് എത്രത്തോളം അവർ വേദനിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ കണ്ണീര് എത്രത്തോളം അവർ കാരണം നിങ്ങൾ എത്രത്തോളം കരയേണ്ടി വന്നിട്ടുണ്ടോ, അതേപോലെ ആ പേഴ്സൺ ഇപ്പം നിങ്ങൾ കാരണം കരയേണ്ടി വരുന്നുണ്ട്. നിങ്ങൾ അന്ന് അവരുടെ കാല് പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ പേഴ്സൺ വന്ന് നിങ്ങളുടെ കാല് പിടിക്കാൻ തയ്യാറാവും. ആ രീതിയിലുള്ള എനർജിയിലേക്കാണ് ഇവിടെ ചേഞ്ച് ആയിരിക്കുന്നത്. ഇവിടെ ഫൈനലായിട്ട് യൂണിവേഴ്സിൽ നിന്നുള്ളൊരു ഗൈഡൻസ് കൂടെ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഈ ഒരു പേഴ്സണിൽ നിന്ന് എന്തെല്ലാം മാറ്റങ്ങൾ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ, ആ രീതിയിലൊരു മാറ്റം ഇവിടെ വരാൻ പോവാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ റിലേഷൻഷിപ്പ്, ഒരു മാരേജ് ഈ പേഴ്സണോട് നടക്കും, റീകൺസിലേഷൻ നടക്കും. റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ തേർഡ് പാർട്ടി ഒഴിവാക്കണമെന്നവർക്ക് നിങ്ങളുടെ സാഹചര്യം എന്തായാലും അത് ഈ ഒരു കാര്യം ഇവിടെ പോസിബിൾ ആവും എന്നൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോയുടെ കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന ക്ലൂ മന്തിൻ്റെയാണ്. ഫെബ്രുവരി മന്ത്, അതേപോലെ 29 എന്ന് പറയുന്ന ഡേറ്റ് മന്തിൻ്റെ ഡേറ്റാണ്. ഡിസംബർ, അതേപോലെ തന്നെ മെയ്,
ജൂൺ, ഒക്ടോബർ 12, ജാനുവരി 26. ലെറ്റേഴ്സിൻ്റെ കാര്യമാണ്. ലെറ്റേഴ്സ് കെ, എച്ച്, എം, സി, വീണ്ടും കെ വന്നിട്ടുണ്ട്, ഡി, എൽ. ലെറ്റേഴ്സ് കൊണ്ട് മിക്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്പർ 7, നമ്പർ 25, നമ്പർ 20. ഏജും വന്നിട്ടുണ്ട്. ഏജ് ഗ്രൂപ്പ് 29 വന്നിട്ടുണ്ട്, 27, 30, 35, 38, 40. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഹെയർ കളറുടെ വൈറ്റ് ഹെയർ കളർ വന്നിട്ടുണ്ട്, ഹെയർ കളർ ചെയ്തിരിക്കുന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ഒരു സെൻസിറ്റീവ് പേഴ്സണാണ്, വർക്കേഴ്സിന് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ സ്മൈൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾ ഒരുപാട് പേരും നിങ്ങളുടെ പേഴ്സൺ സ്മൈലിൽ ഭയങ്കര അട്രാക്റ്റാണ്. അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ടോക്കറ്റീവ് ആണ്. സോഡിയക് സൈനായിട്ട് ഇവിടെ ലിബ്ര വന്നിട്ടുണ്ട്, കാപ്രിക്കോൺ വന്നിട്ടുണ്ട്. അതേപോലെ ജൂലൈ മന്ത് ആൻഡ് ടുഡേ ഇന്ന് ഈ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ടൈം തന്നെ ഇവിടെ ഒരു മിറാക്കിൾ സംഭവിക്കുക എന്നൊരു കാര്യമാണ് വന്നിരിക്കുന്നത്. സോ മിറാക്കിളിൻ്റെ സൈനായിട്ട് ഇവിടെ വൈറ്റ് ബട്ടർഫ്ലൈസ് വന്നിട്ടുണ്ട്, റെയിൻബോ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ വൈറ്റ് ഫെതേഴ്സ് വന്നിട്ടുണ്ട്, ദിസ് മന്ത് വന്നിട്ടുണ്ട്, ദെൻ ബ്ലൂ കളർ. പിന്നീട് നിങ്ങളുടെ പേഴ്സൺ ഇമോഷണൽ പേഴ്സണാണ്. ഏപ്രിൽ മന്ത് വന്നിട്ടുണ്ട്. റിലേറ്റീവ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സ്ട്രോങ് ആയിട്ട് പ്രഷർ നിങ്ങൾക്കുണ്ട്, ഫാമിലി മെമ്പേഴ്സിൻ്റെ ഉണ്ട്. ലിബ്ര സൈൻ വന്നിട്ടുണ്ട്, പർപ്പിൾ കളർ വന്നിട്ടുണ്ട്, ദെൻ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്, ദെൻ ബ്ലാക്ക് ഷർട്ട് വന്നിട്ടുണ്ട്, ദെൻ എബ്രോഡാന്ന് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ മേ ബി എബ്രോഡ് ആയിരിക്കാം. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലോസിനകത്ത് വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഫീൽ ചെയ്യുന്ന, പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സൺ റീഡിങ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. മറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടായാലും കോൺടാക്റ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.